വെൽക്കം ടു അവർ ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രധാനമായിട്ടുള്ള വിഷയം ഈ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മുടെ റോള് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിന്തകളാണ് ഈ ദിവസങ്ങൾ ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് പുതിയ സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഇതിനൊക്കെയും കാരണഭൂതൻ ദൈവം തന്നെയാണ്. നമ്മളല്ല ഇതൊക്കെ ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ഇന്ന് എല്ലാ വിശ്വാസികളെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പലരും ചിന്തിക്കുന്നത് ഇത് ചില സുവിശേഷന്മാർക്കോ അല്ലെങ്കിൽ ചില പാസ്റ്റേഴ്സിനോ അച്ഛന്മാർക്കോ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ളതാണ്. എനിക്കിതൊന്നും ആവശ്യമില്ല. ഞാനിങ്ങനെ ജോലി ചെയ്യുന്നു, ഓഫീസിൽ ജോലി ചെയ്യുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നു, ഞാനൊരു കുടുംബം നോക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, കാര്യങ്ങൾ നടത്തണം, അതാണ് എൻ്റെ ദൗത്യം എന്ന് ചിന്തിച്ച് പലരും ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവസാനിപ്പിക്കാൻ മീൻസ് അത് ജീവിതം തീർന്നിട്ട് ജീവിതം മരിച്ചു പോകുന്ന അവസ്ഥ. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. യേശു ശിഷ്യന്മാരിവിടെ പറയുന്ന കർത്തൃപ്രാർത്ഥനയിൽ തന്നെ ആദ്യത്തെ ഭാഗം അതാണ്: നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗം ഭൂമിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ലക്ഷ്യം. അയ്യോ, ഇത് വലിയൊരു സമസ്യയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. ഇതെങ്ങനെ നടക്കും? സ്വർഗം ഈ ഭൂമിയിൽ കൊണ്ടുവരിക, നമ്മുടെ ജീവിതങ്ങളിൽ ഈ സ്വർഗത്തിൻ്റെ അനുഭവം കൊണ്ടുവരിക. യേശു വന്നു, 33 വർഷം ജീവിച്ചു, യേശു മരിച്ചു പോയി. അവിടെ ആ യേശുവിൻ്റെ ദൗത്യം തീർന്നു എന്നുള്ളതല്ല. യേശുവിൻ്റെ ദൗത്യം ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ ദൗത്യത്തിന് വേണ്ടിയാണ് ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്നത്. എന്താണ് ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ? മിനിസ്ട്രി ഓഫ് റെക്കൺസൈലേഷൻ. മിനിസ്ട്രി ഓഫ് റെക്കൺസിലേഷൻ നിങ്ങൾക്കും എനിക്കും അത് തന്നിരിക്കുകയാണ്. നിരപ്പിൻ്റെ ശുശ്രൂഷ എന്താണ്? ഒരിക്കൽ ഞാൻ ദൈവത്തിൻ്റെ എതിരായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. എഫേസ്യർക്ക് ലേഖനത്തിൽ പറയുന്ന പോലെ ദൈവത്തിൽ നിന്ന് ദൂരെ അല്ലെങ്കിൽ അവന് വിരോധിയായി പിശാചിനോട് കൂടെ ദൈവത്തെ തോൽപ്പിക്കാൻ നോക്കിയൊരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കാണത്തില്ലായിരിക്കാം, ദൈവത്തെ ഞാൻ തോൽപ്പിക്കാനൊന്നും പോയില്ലല്ലോ എന്ന്. എന്നാൽ പിശാചിനോട് കൂട്ടുകൂടുന്നവരെല്ലാം ദൈവത്തെ തോൽപ്പിക്കാൻ വേണ്ടി അറിയാതെ തന്നെ അതിനകത്ത് അവൻ്റെ പദ്ധതിയിൽ ആയിത്തീരുകയാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ടാണ് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. 19-ാം വാക്യത്തിൽ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. അതിനാൽ ലോകത്തെ നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യലോകത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും വീഴ്ചയിൽ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട മനുഷ്യന് അവൻ്റെ വീഴ്ച കൊണ്ട് അവൻ മാത്രമല്ല പോയത്, ഈ എൻ്റെ യൂണിവേഴ്സ്, ഈ അന്തരീക്ഷവും പ്രപഞ്ചവും എല്ലാം മാറിപ്പോയി. ദൈവം സൃഷ്ടിച്ചതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെല്ലാം വീണ്ടും ദൈവത്തിലേക്ക് വീണ്ടും കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതിനാണ് കർത്താവ് വന്നത്. കർത്താവ് വന്ന് അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ബോണ്ടേജുകൾ പൊട്ടിച്ചിട്ട് കർത്താവ് പോയി. എന്നിട്ട് അത് നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ ഈ ബൈബിളിലെ പഠനങ്ങളും ബൈബിളിലെ ചിന്തകളും എല്ലാം തന്നെ ആത്മീയമായിട്ടുള്ള ചിന്തയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം മാത്രമേ അവൻ കാണുന്നുള്ളൂ, അവൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ ശരീരത്തിലൊരു മനസ്സുണ്ടെന്നും ഈ മനസ്സിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും ഒക്കെയുള്ള ചിന്തകളൊന്നും മനുഷ്യനിലില്ല.
അതുകൊണ്ട് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. അതുകൊണ്ട് നന്മ ചെയ്താലും ഒക്കെ ദൈവം അവനെ അവനെ കരുതിയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ഒരുപോലെ മഴ കൊടുക്കുന്നുണ്ട് ദൈവം. ഒരുപോലെ സൂര്യൻ കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അതിക്രമം ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യൻ, അതിങ്ങനെ മനുഷ്യൻ്റെ അകൽച്ച വന്നുകൊണ്ട് മനുഷ്യൻ്റെ ലംഘനം ഏതനിൽ നിന്ന് വന്നു. ഏതനിലാണല്ലോ അത് ആദ്യം സംഭവിച്ചത്. എന്നാൽ മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവരെ തുറന്ന കൈകളോട് സ്വീകരിപ്പാനായിട്ട് ഇന്നും ദൈവം തയ്യാറായിരിക്കുകയാണ്. സങ്കീർത്തനം 32:1 പറയുന്നത് അങ്ങനെയാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതിൽ ലംഘനം ക്ഷമിക്കാനും പാപം പൊറുക്കാനും ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ പറ്റുള്ളൂ. അതിന് ദൈവത്തോട് നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോഴേ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വിശുദ്ധിയും എല്ലാം നമ്മളിലേക്ക് വ്യാപരിക്കുക ചെയ്യുന്നത്. ദൈവം സ്നേഹം ഉള്ള ദൈവമാണ്. ഈ ലോകത്തെ സ്നേഹിച്ചത് ലോകത്തിൻ്റെ നന്മ കണ്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ നേച്ചറാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണ്, അവൻ വിശുദ്ധിയുള്ളവനാണ്. അവൻ്റെ വിശുദ്ധിയെ സ്നേഹത്തെയും വേർപിരിക്കാനായിട്ട് പറ്റുകയില്ല. തൻ്റെ നീതി നഷ്ടപ്പെടുത്തി സ്നേഹം പ്രദർശിപ്പിക്കാനായിട്ട് ദൈവത്തിന് പറ്റത്തില്ല. ദൈവത്തിൻ്റെ 2 സ്വഭാവ ഗുണങ്ങളും ക്രൂശിൽ നാം കാണുകയാണ്. തൻ്റെ പുത്രനെ ദാനം ചെയ്തതിൽ അവൻ്റെ സ്നേഹം കാണുന്നു. പാപം കാരണമായി അവനെ കൈകാര്യം ചെയ്തതിൽ അവൻ്റെ വിശുദ്ധി കാണുന്നു. അപ്പോഴിങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഈ നിരപ്പിൻ്റെ വചനം, എന്തിനാണ് നിരപ്പിൻ്റെ വചനം? നിരപ്പിൻ്റെ വചനം എന്ന് പറയുന്നത് ഈ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുകയാണ്, റെക്കൺസൈൽ ചെയ്യുകയാണ്. ബൈബിളിലെ ഈ വചനത്തിന് വേറെ പല പേരുകൾ പറയുന്നുണ്ട്. സത്യത്തിൻ്റെ വചനം എന്ന് പറയുന്നുണ്ട്. യാക്കോബ് 1:18 പറയുന്നു സത്യത്തിൻ്റെ വചനം എന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13:26 ഇത് രക്ഷാവചനം എന്ന് പറയുന്നു. ഫിലിപ്പിയർ 2:15 ജീവൻ്റെ വചനം എന്ന് പറയുന്നത്. ഇതെല്ലാം വചനം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവാണ്, കർത്താവാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ പാർത്തു. വചനം എന്ന് പറയുന്ന കർത്താവാണ്. അതുകൊണ്ട് ഈ കർത്താവ് ആണ് നമ്മളെ ദൈവവുമായിട്ട് നിരപ്പിക്കാനായിട്ട് വന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ നിരപ്പിൻ്റെ വചനം നിങ്ങളുടെയും എൻ്റെയും പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദേശവാഹിനിയിൽ ഉപരിയായിട്ട് ഇവിടെ പൗലോസ് ക്ലെയിം ചെയ്യുകയാണ്, ഐ ആം ആൻ അംബാസിഡർ, ഞാനൊരു സ്ഥാനാപതിയാണ്. കാരണം എന്താണ്? സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ എൻ്റെ രാജാതിരാജൻ്റെ അഭിമതം അല്ലെങ്കിൽ അവൻ്റെ ക്ഷമ തൻ്റെ സൃഷ്ടികളിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് ഞാൻ. പൗലോസ് സുവിശേഷം പറയുമ്പോൾ അതെല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണ് സംസാരിച്ചത്. അതുകൊണ്ട് പറയുകയാണ്, ദൈവത്തോട് നിരന്നുകൊള്ളാനായിട്ടുള്ള ആഹ്വാനം കൊടുക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനാൽ സാധിപ്പിച്ച ക്ഷമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാപക്ഷമ അതിന് മുഖാന്തരം ആയത് മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച് അതിൽ നിന്ന് അവൻ്റെ പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ദൈവത്തോട് നിരക്കാനായിട്ട് പറയുകയാണ്. ക്രിസ്തു എല്ലാവരോടും സമാധാനം സുവിശേഷിച്ചതുപോലെ പൗലോസ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്. അങ്ങനെ സ്ഥാനാപതിയായി അവൻ പ്രഘോഷണം തുടരുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്തു നിന്ന് കിട്ടുന്ന വേറൊരു ടേക്ക് അവേ ഇതാണ്. അതുകൊണ്ട് എന്താണ്, എല്ലാ വിശ്വാസികളും ഇതുപോലെ തന്നെ പൗലോസ് ചെയ്ത പോലെ തന്നെ ഈ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് അതിൻ്റെ കൂട്ടാളികളായി സ്ഥാനാപതിയായി ജീവിക്കണം എന്നുള്ളതാണ്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനോ അല്ലെങ്കിൽ പാസ്റ്റർക്കോ അല്ലെങ്കിൽ വേറൊരു സഭാ ശുശ്രൂഷനോ വേണ്ടിയുള്ളതല്ല. എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി അത് ചെയ്യണം എന്നുള്ള ആ പ്രഘോഷണത്തിൽ ഏർപ്പെടണം എന്നുള്ള ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. അതിൽ ഈ അധ്യായം എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ വാക്യത്തിലാണ് എൻഡ് ചെയ്യുന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആരാണ്? ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കിയതായിട്ട് കാണുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ക്രൂശിൽ വഹിച്ചു. ക്രൂശിങ്കൽ മനുഷ്യൻ തന്നോട് ചെയ്ത സകല സകല ടോർച്ചേഴ്സ് ചെയ്തത് പരസ്യ നിന്ദയ്ക്ക് വിധേയമാക്കിയതും തൻ്റെ രക്തം ചിന്തിയതും പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിരുന്നു.
റോമൻ പടയാളികൾ അവനെ മർദ്ദിക്കുകയും അവനെ കുത്തുകയും ഒക്കെ ചെയ്തത് ഒക്കെ തന്നെ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അവൻ ഒരക്ഷരം പോലും അവർക്കെതിരായിട്ട് പറയാതെ സഹിക്കുകയായിരുന്നു. അവൻ പാപം അറിയാത്തവനായിരുന്നു എന്ന് രണ്ടാമത് പറയുന്നത്. ആദ്യം പറഞ്ഞത് പാപമായി തീർന്നു, ഇതിനകത്ത് പറയുന്ന പാപം അറിയാത്തവൻ. അതിൽ ക്രിസ്തുവിൻ്റെ യോഗ്യത ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ യോഗ്യത കാരണം പാപരഹിതൻ മാത്രമേ കുറ്റവാളികളുടെ പാപം വഹിക്കാൻ കഴിയുള്ളൂ. പാപത്തെക്കുറിച്ചുള്ള അനുഭവജ്ഞാനം അവനില്ലായിരുന്നു. ദൈവമായതുകൊണ്ട് പാപം ചെയ്യുക അവന് അസാധ്യമായിരുന്നു. എന്നാൽ അതിനുവേണ്ടി കഷ്ടത അനുഭവിക്കാൻ അവന് കഴിഞ്ഞു. അവൻ പാപം അറിയാത്തവൻ മാത്രമല്ല, ആന്തരികമായി അവന് പാപമില്ല, ബാഹ്യമായി അവൻ പാപം ചെയ്തിട്ടുമില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അവന് പാപമില്ല എന്ന് പറയുന്ന ഭാവമുണ്ട്. അതുപോലെ തന്നെ അവൻ പാപം ചെയ്തിട്ടില്ല എന്ന് 1 പത്രോസ് 2:22 പറയും. മൂന്നാമത് എന്താണ്? അവൻ ദൈവനീതിയാകേണ്ടതിന്. 21-ാം വാക്യമാണ് 2 കൊരിന്ത്യർ 5:21 വാക്യമാണ് ഞാൻ പറയുന്നത്. നാം അവനിൽ ദൈവനീതിയാകേണ്ടതിന്. നമ്മുടെ ലംഘനങ്ങളെ കണക്കിടാതെ അവന്മേൽ കണക്കിട്ടു. അവൻ്റെ മരണത്തിൽ അവൻ പാപമാക്കപ്പെട്ടു. എന്നാൽ നാം അവന് നീതിയാകുന്നു, എന്നേക്കുമായിട്ടാണ് നീതിയാകുന്നത്. ഇവിടെ പറയുന്ന നീതി പ്രായോഗിക ജീവിതത്തിലെ നീതിയല്ല. നാം വിശ്വസിക്കുന്ന നിമിഷം ദൈവം നമ്മുടേതായി കണക്കിടുന്ന നീതിയാണ്. ബൈബിളിലെ റെഫറൻസസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 1:30 നമ്മൾ പഠിച്ചതാണ്. നേരത്തെ കർത്താവ് നമ്മുടെ നീതിയാണ് എന്ന് പഠിച്ചതാണ്. ഈ സന്ദേശത്തിൻ്റെ സംഗ്രഹം പൗലോസ് ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: ക്രൂശ് ദൈവസ്നേഹത്തെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും സംഗ്രഹിച്ച് പറയുന്നു. രക്ഷകൻ പാപരഹിതനായിരുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപമില്ലാത്തവനായിരുന്നു, അവൻ പാപമില്ലായിരുന്നു. തന്മേൽ അവൻ ലോകത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്തു. അവൻ നമുക്കായി പാപമായി തീർന്നു. അവൻ ആശ്രയിക്കുന്ന ഏവർക്കും നീതിയിൽ ലഭിക്കേണ്ടതിന് ദൈവം ലോകത്തിൻ്റെ പാപം അവൻ മേലാക്കി. അപ്പോഴേ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ക്രോഡീകരിക്കുകയാണ്. ഈ 2 കൊരിന്ത്യർ 5:17-21 വരെയുള്ള 2 എപ്പിസോഡിലുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്താൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൻ്റെ ഭാഗമാണ്. ദൈവിക ഉത്ഭവം. ഒന്നാമത് കാണുന്ന ഇതാണ് ദൈവിക ഉത്ഭവം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ വിത്ത് പാകലാണ്. ദൈവികമായതിലേക്കുള്ളൊരു സ്ഥലം മാറ്റമാണ്, ദൈവത്തിൻ്റെ പ്രജനനമാണ്. രണ്ടാമത് അവൻ്റെ ജീവിതത്തിലെ ഒരു ദൈവിക പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്താണ്? അവൻ ക്രിസ്തു മൂലം നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചപ്പോഴേ അതിനോടൊപ്പം തന്നെ ദൈവം വിശുദ്ധനാവുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവം നമ്മളെ അവനോട് നിരപ്പിച്ചതായിട്ട് കാണുന്നു. മൂന്നാമതുള്ള ദൈവത്തിൻ്റെ നിയോഗമാണ്. ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ നിരപ്പിൻ്റെ ശുശ്രൂഷ പരമേൽപ്പിച്ചിരിക്കുന്നു. ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ അംബാസഡറാണ്. നാലാമത് ദൈവിക ഉദ്യോഗമാണ്. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളാണ്. വി ഷുഡ് ബി ബോൾഡ് ഇനഫ് ടു സേ, നമ്മൾ ധൈര്യത്തോടെ പറയണം ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളാണ് ഞാൻ. അങ്ങനെ പറഞ്ഞിട്ട് വേണ്ടാത്ത രീതിയിൽ പോകുന്നുള്ളതല്ല. ഞങ്ങളങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതശൈലിയിലും ആ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി എന്നുള്ള ചിന്ത നമ്മളിൽ ഭരിക്കണം. അഞ്ചാമത് ദൈവിക അവസരം. ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിനോട് പകരം അപേക്ഷിക്കുകയാണ്. നാം ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് അപേക്ഷിക്കുകയാണ്, മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. രണ്ടും നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുകയാണ്. നിങ്ങളെ സ്ഥാനാപതികളാക്കി നിർത്തിയിരിക്കുകയാണ്. യു ആർ ദ മീഡിയേറ്റർ. നമ്മളിന്ന് പല മീഡിയേറ്റർ പറയുന്നുണ്ടല്ലോ. ആ രീതിയിലുള്ള മീഡിയേറ്റർ അല്ല. ഇടിവിൽ നിൽക്കുന്ന ആൾ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് അപേക്ഷിക്കുന്നു, മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു. വീണ്ടും ദൈവിക അർപ്പണം. അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, നമുക്ക് വേണ്ടി പാപയാഗമാക്കി അർപ്പിച്ചു. അതിൽ കൂടി ദൈവത്തിൻ്റെ ദൈവിക നേട്ടം, നാം ദൈവത്തിൻ്റെ നീതിയാകുന്നു. നീതിയായ അവനിലേക്ക്, ദൈവത്തിൻ്റെ നീതിയായ അവനിലേക്ക് അവനായിരിക്കുന്ന നാമും ചേർന്ന് ഒട്ടിച്ചു ചേർത്തു.
നമ്മളെ അവനോട് ഒട്ടിച്ചു ചേർത്ത് ആ ഒരു കമ്പ് പോലെ, ആ വൃക്ഷത്തിൻ്റെ ഭാഗമാകുന്ന പോലെ അവനോടാക്കി തീർത്തു എന്നേ കാണും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ, ഈ വാക്കുകൾ ഒരു കൂടുതൽ സമയം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും അത് മനസ്സിലാവത്തില്ല. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം എന്താണ്? എന്തിനാണ് ദൈവം നമ്മളെ വീണ്ടെടുത്ത് ആക്കിയിരിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? ഈ അംബാസഡേഴ്സായിട്ട് ഈ നിരപ്പിൻ്റെ വചനം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. നേരത്തെ 2 എപ്പിസോഡിന് മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ ന്യായം വിധിക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ ന്യായസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെല്ലാം വിലയുണ്ടാവും എന്ന് നമ്മൾ മറന്നു പോയി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ പാപമായി തീർന്നു, പാപം അറിയാത്തവൻ പാപമായി തീർന്നു ഞങ്ങളെ ദൈവനീതിയിലേക്ക് നടത്തുവാനായി. ദൈവമേ, അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വലിയ നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങളെ ഫലമേൽപ്പിച്ച് ഓർത്ത് സ്തോത്രം. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. രോഗികളായി പ്രയാസങ്ങളിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ കർത്താവെ ആ ബ്ലോക്കുമായിട്ട് പ്രയാസപ്പെടുന്ന ചില ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാകുന്നു. നിങ്ങളെ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലിരിക്കുന്നു. ആ ബ്ലോക്കെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അലിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡുമായിട്ട് ചില പ്രയാസങ്ങളിലിരിക്കുന്ന വ്യക്തികളെ ഇത് കാണുകയും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ക്യാൻസറും നിന്നെ തൊടുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വലിയൊരു വിടുതൽ വന്നു ചേരുകയാണ്. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിച്ചോർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.